So hi guys, it's me Catchy. So hey, what is up people? You are watching Catchy Camera. Welcome back to another video. സോ ഗൈസ്, ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ കൂടെ വന്നിരിക്കുന്നത് സന്തോഷ വാർത്ത പറയാനും പിന്നെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഗൈസ്, സന്തോഷ വാർത്ത ആദ്യം പറയാം. നമ്മൾ 2 ദിവസം മുമ്പ് 8K എന്ന് പറഞ്ഞൊരു ഇത് ക്രോസ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ചാനലിൽ 8K സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. സോ ഗൈസ്, അപ്പോൾ ഞാൻ 8K ആയതുകൊണ്ട് ഒരു ഓവർലേ പാക്ക് 35+ ഓവർലേ, അതായത് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഓവർലേസ് ഒക്കെ ഗിവ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരാണെങ്കിൽ പോയി കാണാം, നമ്മുടെ ചാനൽ ചെക്കൗട്ട് ചെയ്താൽ മതി. അപ്പോൾ ഗൈസ്, നമ്മൾ നേരെ ട്യൂട്ടോറിയലിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ പ്രിവ്യൂ കണ്ട സംഭവമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വലിയ സബ്സ്ക്രൈബേഴ്സോ അല്ലെങ്കിൽ ഫോളോവേഴ്സൊക്കെ ഇൻക്രീസ് ആകുമ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഫോളോവേഴ്സ് ഇൻക്രീസ് കൗണ്ട് അങ്ങനെ എന്തൊക്കെയാണ് പറയുക, ആ ഒരു ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ്, നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. സോ ഗൈസ്, നമുക്ക് ചെയ്യാനായിട്ട് നമ്മുടെ ഏതിൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ യൂട്യൂബിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് സ്നാപ്സീഡ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു പ്ലസ് ബട്ടൺ കൊണ്ട് വലിയൊരു പ്ലസ് ബട്ടൺ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഏതിൻ്റെ സ്ക്രീൻഷോട്ടാണ് നിങ്ങൾ എടുത്ത് വെച്ചാൽ ആ സ്ക്രീൻഷോട്ട് ജസ്റ്റ് ഇതിക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇവിടെ എൻ്റെ യൂട്യൂബിൻ്റെയാണ് എടുത്തത്, ഞാൻ ജസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അടിയിലായിട്ട് ടൂൾസ് പറഞ്ഞ ഓപ്ഷൻ കാണും. ടൂൾസിൽ പോയിട്ട് ക്രോപ്പിൻ്റെ ഓപ്ഷൻ ഉണ്ട്, ക്രോപ്പിൽ പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്തെടുക്കുക. ഞാൻ ഇവിടെ ഫ്രീയിൽ ഞെക്കിയിട്ടാണ് ക്രോപ്പ് ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ പിക്സാർട്ടിൽ പോലെ ഇൻസ്റ്റാഗ്രാം പോർട്രേറ്റ് അല്ലെങ്കിൽ യൂട്യൂബ് ബാനർ അതുപോലത്തെ ഇങ്ങനെ ഒന്ന് ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, നമ്മൾ ഫ്രീ ആയിട്ട് തന്നെ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പോർട്രേറ്റ് ആ ഒരു രീതിയിൽ കിട്ടാനാണ് ഞാൻ ചെയ്യുന്നത്, പക്ഷേ എനിക്ക് കിട്ടിയില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് ഇനി സെറ്റാക്കാം, പക്ഷേ കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് ടിക്ക് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 8K സബ്സ്ക്രൈബേഴ്സ് എന്നുള്ളത് നമുക്കിനി റിമൂവ് ചെയ്യണം. അതിനായിട്ട് ടൂൾസിൽ പോവുക. ടൂൾസിൽ ഹീലിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണും, ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് 2 ഫിംഗേഴ്സ് യൂസ് ചെയ്ത് ഇതുപോലെ സൂം ചെയ്തിട്ട് നമ്മുടെ 8K സബ്സ്ക്രൈബേഴ്സ് എന്നുള്ളടത്ത് ജസ്റ്റ് ഇതുപോലെ ഒന്നിങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. പെയിൻറ്റ് ചെയ്യില്ല, ജസ്റ്റ് ഇതുപോലെ ഇതിൻ്റെ മുകളിൽ കൊടുത്ത് ഇങ്ങനെ ഡ്രോ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ഇങ്ങനെ പോയിണ്ടാവും. അപ്പോൾ നിങ്ങൾ കറക്റ്റ് നോക്കിയിട്ട് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കൂടി ടൈം എടുത്ത് ചെയ്താൽ ഇത്രയും കൂടി പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ പെർഫെക്റ്റ് ഓക്കെ എൻഡിറ്റസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇനി നമുക്ക് ടിക്ക് കൊടുക്കാം. ടിക്ക് കൊടുത്ത് കഴിഞ്ഞിട്ട് ഇവിടെ എക്സ്പോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് എക്സ്പോർട്ട് ചെയ്തെടുക്കുക. അപ്പോൾ എക്സ്പോർട്ട് ആയിട്ട് ഇനി നമുക്ക് നമ്മുടെ ലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്യണം. ഇനിയും നമ്മൾ കുറേ കാര്യങ്ങൾ ലൈറ്റ് മോഷനിലാണ് ചെയ്യണത്. അപ്പോൾ നമുക്ക് ലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്യാം. ലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു പ്ലസ് ബട്ടൺ കാണും, പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇഷ്ടമുള്ള റേഷ്യോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ 4:5 എന്ന നമ്മുടെ ഇൻസ്റ്റാഗ്രാം പോർട്രേറ്റ് ആ ഒരു സൈസാണ് ചൂസ് ചെയ്യണത്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ക്രിയേറ്റ് ആയി വരിക. ക്രിയേറ്റ് പ്രോജക്റ്റിൽ ഞാൻ കടന്നാലേ വരുള്ളൂ. അത് കഴിഞ്ഞിട്ട് ആ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് വീഡിയോസ് ആൻഡ് ഇമേജസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിപ്പോൾ തന്നെ എക്സ്പോർട്ട് വെച്ചാൽ ആ ഒരു പിക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ മുകളിൽ 3 ഡോട്ട്സ് ഉണ്ടോ, ആ 3 ഡോട്ട്സിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫിൽ സ്ക്രീൻ എന്ന് പറഞ്ഞിട്ട് ആ ഫിൽ സ്ക്രീൻ കൊടുക്കുമ്പോൾ ആ പിക്ക് നമ്മുടെ സ്ക്രീനിൽ ഫുള്ളായിട്ട് നിൽക്കും. അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി, ഇത് ഓപ്ഷണലാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഈ ഒരു പിക്കിൻ്റെ ലെങ്ത്ത് വന്നിട്ട് 5 സെക്കൻഡ്സ് ആക്കണം. അതിനായിട്ട് ഈ അറ്റത് പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ മതി, ആ 5 സെക്കൻഡ്സ് ആയിക്കോളും. അപ്പോൾ കറക്റ്റ് 5 സെക്കൻഡ്സിൽ വെച്ച് അത് നിങ്ങൾ എൻഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ആഡ് ചെയ്യാം. അപ്പോൾ ടെക്സ്റ്റ് പ്ലസ് ബട്ടണിൽ പോകുക. ഇവിടെ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം വരും. അത് വന്നിട്ട് നിങ്ങൾ ജസ്റ്റ് 0 ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. 0 ടൈപ്പ് ചെയ്താൽ മതി, വേറെ ഒന്നും ടൈപ്പ് ചെയ്യരുത്. ഇപ്പോൾ നിങ്ങൾക്ക് 8K ആണെങ്കിൽ 8K എന്നൊന്ന് ടൈപ്പ് ചെയ്ത് 0 തന്നെ ടൈപ്പ് ചെയ്താൽ മതി. കളർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം, ഫോണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതിന് യോജിച്ച ഫോണ്ടൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനതൊന്നും ചെയ്യണില്ല, എനിക്ക് ഇഷ്ടമുള്ളൊരു ഫോണ്ടാണ് ഇവിടെ സെലക്ട് ചെയ്യണത്. അപ്പോൾ ഞാൻ ആ ഫോണ്ട് ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ടിക്ക് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് കറക്റ്റായിട്ടൊന്ന് അലൈൻ ചെയ്ത് വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഞാനതൊന്നും ഇവിടെ കറക്റ്റ് ചെയ്യണില്ല, ജസ്റ്റ് പ്രിവ്യൂ കാണിക്കാനല്ല, ജസ്റ്റ് ഒരു വീഡിയോ ചെയ്യണ വേഗം ചെയ്തതാണ്, അതുകൊണ്ട് ഞാൻ മര്യാദയ്ക്കൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതും ഇതുപോലെ തന്നെ നമ്മുടെ ഈ പിക്കിൻ്റെ ഏറ്റവും എൻഡ് വരെ ഇങ്ങനെ എത്തിച്ച് കൊടുക്കുക, അതായത് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് എത്തിക്കുക. അപ്പോൾ ഈ സംഭവം സെറ്റ് ആയിട്ട് ഇനി നമുക്ക് എഫക്റ്റ് ആഡ് ചെയ്യണം. അതിനായിട്ട് ഇവിടെ എഫക്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടോ, ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ആഡ് എഫക്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടോ, ജസ്റ്റ് ആഡ് എഫക്ട്സിൽ പോവുക. ആഡ് എഫക്ട്സിൽ പോയിട്ട് ജസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ ഏറ്റവും അടിയായിട്ട് അതേഴ്സിൻ്റെ തൊട്ട് ഇപ്പുറത്തായിട്ട് ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും.
അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഏറ്റവും ഫസ്റ്റ് കിടക്കണ ആ ഒരു കൗണ്ട് അപ്പ് ഓർ ഡൗൺ എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ഒരു എഫക്റ്റ് ഉണ്ടാവും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വരും. അത് കഴിഞ്ഞിട്ട് ഇവിടെ ആഡ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ജസ്റ്റ് ആഡിൽ ക്ലിക്ക് ചെയ്തിട്ട് ഏറ്റവും തുടക്കം അതായത് സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക, ഏറ്റവും എൻഡിലും ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. എൻഡിൽ ആഡ് ചെയ്യണമെന്നില്ല, ഇത്തിരിയും കൂടി ജസ്റ്റ് ഈ ഒരു 4 സെക്കൻഡ്സിലോ അല്ലെങ്കിൽ 4:5 സെക്കൻഡിലൊക്കെ ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങളിത് ഇതുപോലെ ഞാൻ ചെയ്യണ പോലെ ഇതിൻ്റെ റേഷ്യോ ഫുള്ളായിട്ട് ഇങ്ങനെ കൂട്ടി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്ര വരെയാണോ ഇത് എൻഡിൽ എത്ര വരെയാണോ വേണ്ടത് വെച്ചാൽ അത്രയും ഇതിങ്ങനെ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. എനിക്ക് 8K ആണ് വേണ്ടത്, അതുകൊണ്ട് ഞാൻ 8000 വരെ കറക്റ്റ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ 0ൻ്റെ അപ്പുറത്ത് ഒരു K ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ 8000 ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് 8 വരെ ചെയ്താൽ മതി. 8K ഉള്ള ആ ഒരു രീതിയിൽ ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് ഇവിടെ ആഡിൻ്റെ അവിടെ കാണുന്ന ആ ഒരു നമ്പർ വരെ ചെയ്യുക. അപ്പോൾ കറക്റ്റ് ആ കീ ഫ്രെയിമിൻ്റെ അവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് കിട്ടില്ല, നിങ്ങൾ നോക്കി ചെയ്താൽ മതി. പക്ഷേ കറക്റ്റ് ആ 8000 തന്നെ വെച്ചാൽ മതി. അപ്പോൾ ഞാനിവിടെ പ്രിവ്യൂ കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിനി ആ ഒരു കീ ഫ്രെയിം വന്നിട്ട് 4 സെക്കൻഡ്സിൽ വയ്ക്കുകയാണ്. എനിക്ക് 4 സെക്കൻഡ്സ് വരെ മതി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേണ്ട, പിന്നെ നമുക്ക് ഇത്തിരി നേരം കൂടി ആ ഒരു 8K എന്ന് പറഞ്ഞാൽ അവിടെ കിടന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇവിടെ നമ്മുടെ സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു കാര്യം കൂടി ചെയ്യാണ്ട്. അപ്പോൾ ഇത്രയുള്ള ഇത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ എക്സ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്താൽ മതി, എക്സ്പോർട്ട് ആയിക്കോളും. ഓ ഗൈസ് നോക്കൂ എത്ര വേഗമാണ് എക്സ്പോർട്ട് ആവുന്നത്. ഗൈസ് ഇതുവരെ എനിക്ക് ഇതുപോലത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല, ആദ്യമായിട്ടാണ് ഇത്ര വേഗം അലൈറ്റ് മോഷനിൽ എൻ്റെ വീഡിയോ എക്സ്പോർട്ട് ആവണത്. അത്ഭുതം. സോ ഗൈസ് എനിക്ക് വേറൊരു കാര്യം കൂടി പറയാണ്ട് നിങ്ങളുടെ അടുത്ത്. ഞാനിവിടെ അലൈറ്റ് മോഷനിൽ എഡിറ്റ് ചെയ്തപ്പോൾ വേറൊരു എഫക്റ്റും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തണില്ല, കാരണം വീഡിയോ ഭയങ്കരമായിട്ട് ലെങ്തി ആവും. അപ്പോൾ നിങ്ങൾക്കത് കണ്ടിരിക്കാനും ബോറായിരിക്കും. അപ്പോൾ എഫക്റ്റ് എന്തിട്ടാണെന്ന് വെച്ചാൽ നമ്മുടെ 8000 ബാക്കിൽ കൂടെ ഒരു 8000 ഇതുപോലെ ഇങ്ങനെ പൊന്തി വരുന്ന ഒരു എഫക്റ്റാണ്. അത് ഞാൻ ഇതിൽ ആഡ് ചെയ്യണില്ല, നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിൽ നോക്കി ചെയ്താൽ മതി. അപ്പോൾ ഗൈസ് ഇനി നമുക്ക് ആ ഒരു വേറൊരു എഫക്റ്റ് ഞാൻ ഇതിൻ്റെ മുകളിൽ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്, പ്രിവ്യൂവിൽ കണ്ട പോലെ. അതെങ്ങനെ ആഡ് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് നിങ്ങൾ കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്യുക. കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണുന്നത്. അവിടെ ക്രിയേറ്റ് ന്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടോ. പുതിയ കൈൻമാസ്റ്റർ ആണെങ്കിൽ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള റേഷ്യോ അവിടെ സെലക്ട് ചെയ്യാൻ. ഞാൻ അവിടെ 3:4 എന്ന് പറഞ്ഞ റേഷ്യോ ആണ് സെലക്ട് ചെയ്യണത്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തിട്ട് നമ്മളിപ്പോൾ തന്നെ അലൈറ്റ് മോഷനിൽ സേവ് ചെയ്ത് വെച്ച ആ ഒരു നമ്മുടെ ആ ഒരു പിക്ക് ഇതിലേക്കെങ്കിൽ ആ ഒരു വീഡിയോ ഇതിലേക്ക് ആഡ് ചെയ്യുക. സോ ഗൈസ് ഇനി നമുക്ക് എഫക്റ്റ് ആഡ് ചെയ്യാം. അതിനായിട്ട് ക്ലിപ്പ് ഗ്രാഫിക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടോ, ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഓവർലൈൻ എന്ന് പറഞ്ഞൊരു എഫക്റ്റാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്യണത്. അപ്പോൾ ഗൈസ് അത് എവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കുകയെന്ന് വെച്ചാൽ കൈൻമാസ്റ്റർ അസറ്റ് സ്റ്റോറിൽ പോയി നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. അത് ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ഇവിടെ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ടാണ് കാണിക്കാത്തത്. അപ്പോൾ ഗൈസ് നിങ്ങൾ ജസ്റ്റ് ആ ഒരു എഫക്റ്റ് എടുക്കുക. എഫക്റ്റ് എടുത്തിട്ട് ആ എഫക്റ്റിൽ 3ാമത്തെ എഫക്റ്റ് സെലക്ട് ചെയ്താൽ മതി, നിങ്ങൾക്ക് കറക്റ്റ് അതുപോലെ കിട്ടും. അപ്പോൾ ഗൈസ് ഇനി നമുക്ക് ആ എഫക്റ്റ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് നോക്കാം. അത് ജസ്റ്റ് കൈൻമാസ്റ്ററിൽ ഇപ്പോൾ എനിക്ക് ചെറിയായിട്ടൊരു ബഗ് ഉണ്ട്, VPN യൂസ് ചെയ്യാണ്ട് എനിക്കിപ്പോൾ ഒന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ജസ്റ്റ് നേരത്തെ കാണിക്കാണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ നോക്കാം. അതിനായിട്ട് ക്ലിപ്പ് ഗ്രാഫിക്സിൽ പോകാം. മുകളിലൊരു വീടിൻ്റെ അല്ലെങ്കിൽ ഒരു കടയുടെ ഒരു ഓപ്ഷൻ ഉണ്ടാവും. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കൈൻമാസ്റ്റർ അസറ്റ് സ്റ്റോർ എന്ന് പറഞ്ഞ ഒരു സംഭവം ഓപ്പണായി വരും. അത് കഴിഞ്ഞിട്ട് ഇവിടെ നിങ്ങൾക്ക് കുറേ ഫോൾഡറുകൾ കാണാൻ പറ്റും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് മോഡേൺ ഓർ സിമ്പിൾ എന്ന് പറഞ്ഞൊരു ഫോൾഡർ കാണാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ചെറുതായിട്ടൊരു ബഗ് അടിച്ചാണ് ഇതല്ല വരിക, വേറെ കുറച്ച് എഫക്ട്സാണ് വരിക. അപ്പോൾ മോഡേൺ ഓർ സിമ്പിൾ എന്ന് പറഞ്ഞൊരു എഫക്റ്റ് ഉണ്ടാവും. ജസ്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ ഓവർലൈൻ എന്ന് പറഞ്ഞ എഫക്റ്റ് ഉണ്ടാവും. ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതിനായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഇൻസ്റ്റാൾഡിൻ്റെ അവിടെ ജസ്റ്റ് ഡൗൺലോഡ് എന്ന് പറഞ്ഞ് വരും. അത് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ ഗൈസ് ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ. ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അപ്പുറത്ത് വേണമെങ്കിൽ കുറച്ച് വെലോസിറ്റി എഡിറ്റോ അല്ലെങ്കിൽ ഡാൻസ് കളിക്കണം അങ്ങനെ വല്ലതും ആഡ് ചെയ്യാവുന്നതാണ്. അതൊന്നും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കണില്ല. അപ്പോൾ ഗൈസ് ഈ ലാസ്റ്റത്തെ ഒരു 8000 പൊങ്ങി വരുന്നത് മാത്രമാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ കൂടെ ഉൾപ്പെടുത്താണ്ട് ചെയ്യുന്നത് ഉള്ളൂ. അപ്പോൾ ഗൈസ് എല്ലാം കഴിഞ്ഞാൽ വീഡിയോ എക്സ്പോർട്ട് ചെയ്യുക. സോ ഗൈസ് നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. അവർക്കും ഇത് ഉപകാരമാകുന്നു പ്രതീക്ഷിക്കുന്നു സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇറ്റ്സ് മീ കാച്ചി ക്യാമറ സൈനിങ് ഓഫ്.